മക്കൾ നമ്മൾ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാണ്. ക്വസ്റ്റ്യൻ നമ്പർ 15. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എവിടെ നിന്നാണ് വന്നിരിക്കുന്നത് നോക്കിയേ. ഇതാണ് ക്വസ്റ്റ്യൻ. നോക്കടാ. ദി വാല്യൂ ഓഫ് സൈൻ 70 ഇൻറ്റു കോട്ട് 10 കോട്ട് 70 മൈനസ് 1. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് വെരി വെരി ഈസി ക്വസ്റ്റ്യൻ ആണ്. എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ പക്ക NCERT ലെവൽ ക്വസ്റ്റ്യൻ. അപ്പോൾ അത്രയും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. NCERT എന്ന് പറഞ്ഞാൽ തന്നെ NCERT നല്ല ചോദ്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അതിൽ തന്നെയുള്ളൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണിത്. പക്ഷേ ഇവിടെ ഒറ്റ കാര്യം നിങ്ങൾ അറിയണം. ഒന്നുകിൽ നിങ്ങൾക്ക് കോട്ട് A പ്ലസ് ബിയുടെ ഫോർമുല അറിയണം. കോട്ട് A പ്ലസ് ബി എന്നുള്ളത് അത് അറിഞ്ഞുകൊണ്ട് ചെയ്യാം, അല്ലാതെയും ഇത് ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ ഞാൻ ആ ഫോർമുല ഉപയോഗിച്ച് ചെയ്യുന്നത് എനിക്ക് കുറച്ചും കൂടെ എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. സോ വാട്ട് ഈസ് കോട്ട് ഓഫ് A പ്ലസ് ബി? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. കോട്ട് ഓഫ് A പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എന്താ? കോട്ട് A കോട്ട് ബി, ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെ മൈനസ്, ഡിവൈഡ് ബൈ കോട്ട് ബി മൈനസ് ആണോ പ്ലസ് ആണോ? മുകളിൽ മൈനസ് ആണ്, താഴെ പ്ലസ്. യെസ്, കോട്ട് ബി പ്ലസ് കോട്ട് A. ഇതാണ് ഫോർമുല. ഞാനിവിടെ എക്ക് എന്ത് കൊടുക്കുകയാണ്? എക്ക് ഞാൻ 10ഉം ബിക്ക് ഞാൻ 70യും കൊടുക്കുകയാണ്. അല്ലെങ്കിൽ എക്ക് 70 ബിക്ക് 10, അങ്ങനെ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇത് കോട്ട് 70 പ്ലസ് 10 80 എന്ന് കിട്ടി. കോട്ട് 80 ഈസ് ഈക്വൽ ടു ഇവിടെ കിട്ടുക കോട്ട് 10 ഇൻറ്റു കോട്ട് 70 മൈനസ് 1 ഡിവൈഡഡ് ബൈ കോട്ട് 70 പ്ലസ് കോട്ട് 10 എന്നാണ് വരിക. ഓക്കെ, ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിന് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. സോ ദിസ് ഇസ് കോസ് 80 ബൈ സൈൻ 80. ഓക്കെ അല്ലേ? കോട്ട് 80. ഇനി ഞാൻ ഇതിന് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാണ്. ലെഫ്റ്റിലേക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ അതിപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് ഇതിനിങ്ങനെ എഴുതാണ് കോസ് 70 ബൈ സൈൻ 70. ഓക്കെ അല്ലടാ? പ്ലസ് കോട്ട് 10നെ കോസ് 10 ഡിവൈഡ് ബൈ സൈൻ 10 എന്ന് എഴുതി. ഓക്കെ, റൈറ്റ് സൈഡിലാണെങ്കിൽ കോട്ട് 10 ഇൻറ്റു എന്താണ്? കോട്ട് 70 മൈനസ് 1 എന്ന് എഴുതി. ഓക്കെ, ഇനി ഞാനിവിടെ ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാണ് കേട്ടോ. ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് എന്താ കിട്ടാൻ നോക്കിയേ. അപ്പോൾ ഞാൻ ഇവിടെ എഴുതാൻ ബാക്കി എഴുതുമ്പോൾ ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നോക്കടാ. സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി എന്ന് പറഞ്ഞാൽ സൈൻ എ പ്ലസ് ബി ആയി. അപ്പോൾ ഇവിടെ ഉള്ളത് കോസ് 80 ബൈ സൈൻ 80 ഇൻറ്റു, നിങ്ങൾ ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മുകളിൽ സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി സൈൻ ഓഫ് 70 പ്ലസ് 10 സൈൻ 80 ആയി. താഴെയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുക സൈൻ 70 ഇൻറ്റു സൈൻ 10 ആണ് വരിക അല്ലേ? സൈൻ 70 ഇൻറ്റു സൈൻ 10 ആണ് വരിക. റൈറ്റ് സൈഡിൽ എന്തുള്ളത്? കോട്ട് 10 ഇൻറ്റു കോട്ട് 70 മൈനസ് 1 ആണ്. റൈറ്റ് സൈഡിൽ കോട്ട് 10 ഇൻറ്റു കോട്ട് 70 മൈനസ് 1 ഉണ്ട്. ഓക്കെ അല്ലേ? ഇനി ഇവിടെ നോക്കടാ. സൈൻ കോസ് 80 എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ 10 ആണ്. കോസ് 80 എന്ന് പറഞ്ഞാൽ സൈൻ 10 ആണ്. സൈൻ 10 ക്യാൻസൽഡ്. ഇവിടെ സൈൻ 80 ക്യാൻസൽഡ്. ഓക്കെ, പിന്നെ ഇവിടെ ഉള്ളത് 1 ബൈ സൈൻ 70 ആണ്. സോ ഇവിടെ 1 ബൈ സൈൻ 70 ഉണ്ടാവും ലെഫ്റ്റ് സൈഡിൽ. ഞാൻ ഈ സൈൻ 70 അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ 1 ഇസ് ഈക്വൽ ടു നമ്മളെ ക്വസ്റ്റ്യൻ ആയി അല്ലേ? നമ്മളെ ക്വസ്റ്റ്യൻ എന്താണ്? സൈൻ 70 ഇൻറ്റു കോട്ട് 10 കോട്ട് 70 മൈനസ് 1 ഇസ് ഈക്വൽ. എന്താ കിട്ടുക? ആൻസർ 1 ആണ്. സോ വിച്ച് ഓപ്ഷൻ ഇസ് കറക്റ്റ്? ഓപ്ഷൻ 1 ഇസ് കറക്റ്റ്. വളരെ ഈസി ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അവിടെ വാല്യൂസ് അറിയണേ. കോസ് 80 എന്ന് പറഞ്ഞാൽ സൈൻ 10 ആണ്. 90 മൈനസ് തീറ്റ കോംപ്ലിമെന്ററി ആംഗിൾ ഫംഗ്ഷൻ വെച്ചിട്ട് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ അല്ലേ? കമ്പാരിറ്റീവ്ലി വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ട്രൈ ചെയ്യുക കേട്ടോ.